إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل محمد رسول الله والذين معه أشداء على الكفار رحماء بينهم. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്. ഖാതമുൽ അംബിയാഇ വൽ മുർസലീനായി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അങ്ങേയറ്റത്തെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാകുന്നു എന്നുള്ള വചനം അവതരിച്ചിട്ടുള്ളത്. ആ പ്രവാചകനോടൊപ്പം ആ പ്രവാചകനിൽ വിശ്വസിച്ചവരായ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മുവഹ്ഹിദീങ്ങൾ, അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, സത്യനിഷേധത്തോടും അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്നുള്ള ഏകദൈവ വിശ്വാസത്തോട് വിഘാതം നിൽക്കുന്ന ആശയങ്ങളോടും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചവരാണ്. ഒരിക്കലും തന്നെ അതിനോട് സമരസപ്പെടാത്തവരാണ്. അശിദ്ദ, ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. റുഹമാഉ ബൈനഹും, എന്നാൽ അവർക്കിടയിലോ പരസ്പരം അന്യോന്യം കരുണയോടുകൂടി വളരെ സൗമ്യമായി മാത്രം പരസ്പരം ഇടപഴകുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതാണ്.
قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ, നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, ഈ ഉമ്മത്തിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രയാസമുണ്ടാകുക എന്നുള്ളത് ആ റസൂലിന് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഈ ഉമ്മത്തിലുള്ള ഒരാളും പ്രയാസപ്പെടരുതേ എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവനായ പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം അല്ലാഹുവിൽ നിന്ന് പടച്ച റബ്ബേ എന്റെ ഉമ്മത്തിന് നീ കാരുണ്യം നൽകുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് അല്ലാഹുവേ നീ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അല്ലാഹുവിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നവനായ പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റത്തെ സ്നേഹവും അനുകമ്പയും ഇഷ്ടവും വെച്ചു പുലർത്തുന്നവനായ പ്രവാചകൻ. മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ അസ്സഅദി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ ശദീദുർ റഅഫതി വറഹ്മതി ബിഹിം, അങ്ങേയറ്റം വിശ്വാസികളോട്, സത്യവിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ ദയയും കാരുണ്യവും ഇഷ്ടവും വെച്ചു പുലർത്തുന്നവനായ പ്രവാചകൻ. എത്രത്തോളം എന്നാൽ ഐ അർഹമു ബിഹിം മിൻ വാലിദൈഹിം, ഏതൊരു മാതാപിതാക്കളും തന്റെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുന്നവനായ പ്രവാചകൻ. ആ കാരണത്താലാണ് فبهذا كان حقه مقدما على سائر الحقوق, ആ കാരണത്താലാണ് മറ്റാരുടെയും ഹക്കിനേക്കാൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിന് മുൻഗണന നൽകണമെന്ന് വിശ്വാസമായി ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ടത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ചോ മരണപ്പെട്ടു പോയവരിൽ വെച്ചോ എന്നോടും നിങ്ങളോടും ദയയും കാരുണ്യവും ഇഷ്ടവും കാണിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ കാരണത്താലാണ് സ്വന്തം നഫ്സിനേക്കാൾ ആ റസൂലിനെ സ്നേഹിക്കണമെന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. قالت أم المؤمنين عائشة رضي الله عنها لما رأيت من النبي صلى الله عليه وسلم طيب نفس قلت له يا رسول الله ادع الله لي. أم المؤمنين عائشة رضي الله عنها പറയുകയാണ്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം എത്രമാത്രം നല്ല ഒരു വ്യക്തിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോ, അത് അദ്ദേഹത്തിൽ നിന്നും കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ആരാ ചോദിക്കുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ, അല്ലാഹുമ്മഗ്ഫിർ ലഹാ മാ അസറത് വമാ അഅലനത്. അല്ലാഹുവേ, ആയിഷയിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയ അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഖത റഅസഹാ ഫീ ഹിജ്രിഹാ വദഹികത് فقال لها النبي صلى الله عليه وسلم أيسرك دعائي. അവർ പുഞ്ചിരിച്ച് ചിരിച്ച് അവരുടെ ശിരസ് അവരുടെ മടിത്തട്ടിലേക്ക് വീഴുമാറ് ചിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
എന്റെ ഈ ദുആ നിനക്ക് അത്രമാത്രം സന്തോഷമുണ്ടാക്കിയോ ആയിഷ? അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമാ ലീ ലാ യസുറുനി. അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊരു പ്രാർത്ഥന അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇത്രമാത്രം സന്തോഷമല്ലാതെ മറ്റെന്തുണ്ടാകാനാണ് റസൂലേ? അത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. യാ ആയിഷ ഇന്നഹാ ലദഅവതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാത്തിൻ. എല്ലാ നമസ്കാരത്തിലും ആയിഷ നീ അറിയണം, എല്ലാ നമസ്കാരത്തിലും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എന്റെ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആയിഷ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത് എന്ന്. എനിക്കും നിങ്ങൾക്കും വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നു അത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദുആയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദുആയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദുആഇഹി. എല്ലാ നബിമാരും അവരുടെ ദുആ നേരത്തെ തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി. വഇന്നി ഇഖ്തബഅതു ദുആഇ ലിഉമ്മതി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ വിഷമിക്കുന്ന ഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി, എന്റെ കാര്യത്തിന് വേണ്ടി എന്നല്ല, എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നല്ല, മറിച്ച് എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി ഇഖ്തബഅതു, അല്ലേ, ഒരു ഉമ്മ തനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് മക്കൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്രകാരം എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്നു എന്റെ ദുആ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹാ ലനാഇലതുൻ മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരായി, തൗഹീദുള്ളവരായി ഈ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഓരോ ആളുകൾക്കും ആ ദുആഇന്റെ പങ്ക് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ അടുത്തറിയുകയും അങ്ങനെ അടുത്തറിയുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഓരോ സുന്നത്തും ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ജീവിതത്തിൽ അനുധാവനം ചെയ്യാനും നമുക്ക് സാധിക്കും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഈ ഉമ്മത്തിനെ അതിയായി സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത, അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് എത്തിച്ചു തരുന്നതിനു വേണ്ടി ജീവിതത്തെ മുഴുവനായും റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ ദീന നമ്മളുടെ കൈവശമുള്ളത്. ആത്മാർത്ഥമായി അതിനെ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെയും മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا
ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وانصرهم على عدوهم. اللهم تقبل شهداءهم واشف مرضاهم وداوي جرحاهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك. اللهم احفظ الإسلام والمسلمين، اللهم احفظ سائر بلاد المسلمين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين برحمتك يا أرحم الراحمين. وأقم الصلاة.